നമുക്ക് ഈ വീഡിയോയിൽ PVSys യൂസ് ചെയ്ത് ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഗ്രിഡ് ടൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രിഡ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ PVSys ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഓഫ് ഗ്രിഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ ആദ്യം ആ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് PVSysൻ്റെ വിൻഡോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫയൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ തന്നെയാണ് ഗ്രിഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രോജക്റ്റിൻ്റെ വിൻഡോ അപ്പിയർ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിനി ഇവിടുത്തെ വെതർ ഡാറ്റ ആദ്യം സൈറ്റ് ഫയൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അതായത് നമുക്ക് ഓഫ് ഗ്രിഡിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാനത് ഒന്നൊരു പറയുകയാണ്. ഓൺ ഗ്രിഡിൻ്റെ ചെയ്യുമ്പോൾ നമുക്കിതൊരു സൈറ്റ് ബേസ്ഡ് കൃത്യമായിട്ടുള്ള ഏത് സ്ഥലത്തെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആദ്യം നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാനിപ്പോൾ സൈറ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് മാപ്പ് കാണിക്കാൻ പോകും. അപ്പോൾ അത് ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും. മീൻവൈൽ ഞാൻ ഈ ലൊക്കാലിറ്റി നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് സെർച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് ഗൂഗിൾ മാപ്പിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഇപ്പോൾ ഇന്ത്യ സെർച്ച് ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമായിരിക്കും ചെയ്യുന്നത്. സെർച്ച് ചെയ്താൽ എവിടെയെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ കണ്ടതിലിങ്ങനെ അവർ റാൻഡം ആയിട്ടുള്ള സ്പേസിലേക്ക് പോകുന്നതാണ്. നമുക്കതിലും നല്ലത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേറ്റ്സ് അതിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോർഡിനേറ്റ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഫോറം മോൾ എന്ന് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് ഫോറം മോളിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ്റെ അടുത്താണ് ഫോറം മോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫോറം മോളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ കോർഡിനേറ്റ്സ് കിട്ടി കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമ്മൾ ഇതിൽ പോകുന്നു, ആ കോർഡിനേറ്റ്സ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ ചെല്ലും. കൃത്യമായിട്ടുള്ള കോർഡിനേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ടൈം സോൺ എല്ലാം അതിൻ്റെ അടുത്ത് കൃത്യമായിട്ട് വന്നു. വേണമെങ്കിൽ നമുക്ക് സൂം ഇൻ ചെയ്തിട്ട് ഓക്കെ ആണോ എന്നൊക്കെ നോക്കാം. ഓക്കെ ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാണ്. കോർഡിനേറ്റ്സ് കിട്ടിയ കാരണം അത് കറക്റ്റ് ആവാനുള്ള 99% ചാൻസ് സാധ്യത തന്നെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ ആ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ദ സെലക്റ്റഡ് പോയിന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ സൈറ്റ് നെയിം ഫോറം മോൾ എന്ന് കൊടുക്കുക. ഫോറം മോൾ സാമ്പിൾ, അടുത്തൊരു പേരാട്ടോ. ഇത് തികച്ചും ഒരു ഒറിജിനൽ പ്രോജക്ട്സായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് കൊടുക്കുന്നു. അതായത് ഈ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കും ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡാറ്റ അതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും, മന്ത്ലി വെതർ ഡാറ്റ, അവിടുത്തെ വെതർ ഡാറ്റ എല്ലാം കൃത്യമായിട്ട് 1991 2010 ഡാറ്റയാണ് എല്ലാം അപ്ലോഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ഓക്കെ ആക്കി കൊടുക്കുന്നു. എന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുന്നു. യെസ്, അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഫയൽ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ വന്നിട്ടുണ്ട്. സേവ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എപ്പോഴും ശ്രദ്ധിച്ചേക്കുക. അവിടെ എന്താ പറയുന്നത്, എന്തെങ്കിലും കമൻസ് ഉണ്ടോ നോക്കുക. റെഡ് ഓർ ഓറഞ്ച് ആയിട്ടോ മഞ്ഞായിട്ടോ ഒക്കെ കമൻസ് വരും. ഞാൻ സേവ് കൊടുക്കാൻ പറഞ്ഞാൽ സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവന്മാരുടെ അത്തരം കാര്യങ്ങളൊക്കെ ആയി. ഇനി
നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഓറിയൻറ്റേഷനിലേക്കാണ്. അതായത് പാനൽ എങ്ങനെ വെക്കണം എന്നുള്ള അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ പാനൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് 2 ആംഗിളുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒന്ന് വരുന്നത് ടിൽറ്റ് ആംഗിളും ഒന്ന് വരുന്ന അസിമുത്ത് ആംഗിളും. അപ്പോൾ ടിൽറ്റ് ആംഗിൾ അസിമുത്ത് ആംഗിൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടിൽറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അപ്പ് ഡൗൺ ചെയ്യുന്ന ഒരു ആംഗിളിലാണ് പറയുന്നത്. അസിമുത്ത് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിക്കുന്ന ഒരു ആംഗിളാണ് വരുന്നത്. ഇതിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ബീറ്റ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ടിൽറ്റ് ആംഗിൾ, ഈ ഒരു ആംഗിൾ. പിന്നെ ഇത് ഇത്ര ഈ അസിമുത്ത് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഗാമ എന്ന് പറഞ്ഞാൽ ഇത്രയും തിരിക്കണ ഒരു ആംഗിളാണ് പറയുന്നത്. സൂര്യനിൽ നിന്ന് എത്ര തിരിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ഒരു പാനൽ വെച്ചേക്കുവാണ്, ഒരു ഫ്രെയിമിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ടിൽറ്റ് ആംഗിളാണ് ഈ ആംഗിളാണ് അറേ ടിൽറ്റ് എന്ന് പറയുന്നത്. അവിടെ എഴുതി വരുന്നതാണ് അറേ ടിൽറ്റ്. എത്ര ആംഗിളിൽ ടിൽറ്റ് ചെയ്തു ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, എത്ര ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് അറിയുന്നത്. അപ്പോൾ ഇതിവിടെ കാണാം, അതായത് ടിൽറ്റ് ചെയ്യുന്ന കണ്ടോ, അതിങ്ങനെ ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മൈനസും പ്ലസ്സൊക്കെ ആയിട്ട് ടിൽറ്റ് ചെയ്യുന്ന ആ ഒരു ആംഗിളിലാണ് ടിൽറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ ജീവിക്കുന്നവരാണ് നമ്മൾ, അതായത് നമ്മൾ ഇന്ത്യ അതെല്ലാം പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ നമ്മൾ സൗത്തിലേക്കാണ് കൂടുതൽ തിരിച്ചു വെക്കേണ്ടത്. ഫിക്സ്ഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ട്രാക്കേഴ്സ് യൂസ് ചെയ്യാം, ഇങ്ങനെ മൂവബിൾ ആയിട്ട് ട്രാക്കേഴ്സ് യൂസ് ചെയ്യാം. അത് സൂര്യൻ്റെ പൊസിഷൻസ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ടിൽറ്റിങ്ങിൻ്റെ ആംഗിൾ അവിടെ കൂടുന്നതും കുറയുന്നതൊക്കെ കാണാം. 0 ആയിട്ട് അങ്ങനെ കയറി 50 എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് താഴത്തേക്ക് വരുന്നതാണ്. അതാണ് ടിൽറ്റ് ആംഗിൾ. ഈ കാണിക്കുന്നതാണ് അസിമുത്ത് ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ, അത് ഇങ്ങനെ ഈ ഒരു ഡിഗ്രി ഓഫ് റൊട്ടേഷൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നതാണ്. ഈ റൊട്ടേഷൻ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ അസിമുത്ത് ആംഗിൾ വ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ ട്രാക്കേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു ആക്സിസിൽ ഈസ്റ്റ് വെസ്റ്റ് ട്രാക്കിംഗ് ചെയ്യാം. അതായത് കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലേക്ക് ഇതിങ്ങനെ തിരിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ നോർത്ത് സൗത്തിലേക്കും ഇതേപോലെ തിരിക്കാൻ പറ്റും. കണ്ടോ, നോർത്ത് സൗത്ത് ദിശകളിലേക്ക് അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തും തിരിക്കുന്നതാണ് കാണുന്നത്. പാനലുകളുടെ തിരി സംഭവിക്കുന്ന വളരെ രണ്ടും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി അസിമുത്ത് ആംഗിൾ ഒരു ആക്സിസ് ഒരു പർട്ടിക്കുലർ ദിശയിലാണെങ്കിൽ മറ്റേത് വേറൊരു ഓപ്പോസിറ്റ് ദിശയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്രാക്കർ കൊണ്ട് പല ഉപയോഗമുണ്ട്. ഞാൻ അത് പല വീഡിയോസിലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഞാനതിൻ്റെ ഒരു അനിമേഷൻ കണ്ടപ്പോൾ കുറച്ചും കൂടി എടുത്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് ട്രാക്കർ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പാത്ത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിക്കോട്ടെ. ജൂൺ ആ ഒരു ടൈമിലെ പാത്തും ഡിസംബർ ആ ടൈമിലെ പാത്തും ടോട്ടലി ഡിഫറെൻ്റ് ആണ് അത് ഫോളോ ചെയ്യാൻ പോകുന്ന പാത്ത്. അപ്പോൾ നമ്മളിതേപോലെ സോളാർ പാനലിൽ ഒരു റൂഫിൻ്റെ മുകളിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷന് നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ സീസണിലും മാറ്റേണ്ട ആംഗിളാണ്. ഇതിപ്പോൾ സദേൺ ഹെമിസ്ഫിയർ, അതായത് നമ്മുടെ അമേരിക്ക പോലത്തെ സ്ഥലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കണ്ടോ, ഇത് സോളാർ പാനൽ ഇരിക്കേണ്ട ഓരോ ആംഗിളാണ് കാണിച്ചേക്കുന്നത് പല ആവശ്യങ്ങളിൽ. സമ്മർ സോൾട്ടേഴ്സ്, വിൻ്റർ സോൾട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് മാസങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ തിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വച്ചേക്കുന്ന ഒരു 13 ഡിഗ്രിയിലാണ് നോർത്തിലേക്ക് തിരിച്ച് വച്ചേക്കുന്നത്. ഇത് സദേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് നോർത്തിലേക്ക് തിരിച്ച് വെച്ചേക്കുന്നത്. ഇതേ സാധനം തന്നെ തിരിച്ചാലോചിച്ചാൽ മതി. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് നമ്മളെല്ലാം സൗത്തിലേക്ക് തിരിച്ചേക്കുന്നത്. ആംഗിൾ ഇതേപോലെയൊക്കെ തന്നെ. ടിൽറ്റ് ആംഗിൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് മനസ്സിലാക്കിയത്, ഇപ്പോൾ റൂഫിൽ വെച്ച ടിൽറ്റ് ആംഗിൾ 35 ഡിഗ്രി, ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 15 ഡിഗ്രി, ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 60 ഡിഗ്രി. അപ്പോൾ എന്താണ് ടിൽറ്റ് ആംഗിൾ ഞാൻ കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. പലർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇപ്പോൾ സൂര്യൻ്റെ പൊസിഷൻസ് മാറുന്ന ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് നമ്മൾ പറഞ്ഞല്ലോ, നോർത്തേൺ ഹെമിസ്ഫിയറാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സൗത്തിലേക്കായിരിക്കും പാനൽ തിരിച്ചു വയ്ക്കുക. സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ നോർത്തിലേക്കും തിരിച്ചു വെക്കേണ്ടത്. അത് പെർമനൻറ്റ് ഇത് വെക്കുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ട്രാക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ട്രാക്ക് ചെയ്ത് അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ പാനൽ ടിൽറ്റ് എടുക്കുകയാണ്, അത് ഇതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഫിക്സഡ് ടൈപ്പ് ആണ് വെക്കണേന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ മിക്കയിടത്തും നമുക്ക് ഇങ്ങനത്തെ ഇപ്പോൾ സിറ്റി പോലത്തെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക്
ട്രാക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് വേണം, ഷാഡോ ചെയ്യാത്ത രീതിയിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ വേറൊരെണ്ണത്തിന് ഷാഡോ മറ്റേതിൽ വീഴാത്ത രീതിയിൽ പോകണം. അപ്പോൾ ആ ഒരു കേസിൽ ആയതുകൊണ്ട് നമ്മൾ ഫിക്സഡ് ട്രാക്കിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ ഇത് ഞാൻ അസിമൂത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിൽ അതിന് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ടിൽറ്റ് ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊങ്ങി തന്നെ കാണാം. ഇവിടെ ലോസ് വ്യത്യാസം വരുന്ന കാണാം. ഇത് ലോസ് 0 ആക്കി എടുക്കണം ഏറ്റവും നല്ലത്. നമുക്ക് അത് കൂടാതെ ഇത് ഇങ്ങനെ തിരിക്കുകയും ചെയ്യാം കേട്ടോ. പാനൽ എങ്ങനെ ടിൽറ്റ് ആവണമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് രീതി ടിൽറ്റ് ആവുന്നു, ഈ അറ്റമാണ് ഇത് നമ്മുടെ സ്ക്രീനിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു രീതിക്കാണ് കാണിച്ചേക്കുന്നത്, എന്തോരം ടിൽറ്റ് ആവുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലോസ് കുറയുന്ന രീതിയിൽ വയ്ക്കാം. നമ്മൾ സാധാരണ ഇവിടെ ഒരു 10-12 ആ റേഞ്ചിലൊക്കെ വെക്കാറ്. പവർ റേഞ്ചിൽ വെക്കുന്നു. അസിമുത്ത് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ അതിൻ്റെ ലോസിൻ്റെ വ്യത്യാസം എത്ര വരുന്നു എന്നുള്ളത് കാണാം. ഉണ്ടോ ലോസ് ഒരു മിനിമത്തിൽ അങ്ങ് വയ്ക്കുന്നു. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ആംഗിളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അസിമുത്തും ടിൽറ്റ് എത്രയാണെന്നൊക്കെ ഉള്ള നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ അവിടെ വയ്ക്കാൻ പറ്റണം എന്നുള്ളതാണ് മെയിൻ കാര്യം. നമുക്ക് ഇതേപോലെ എന്ത് സ്ട്രക്ചറൊക്കെ ചെയ്ത് വയ്ക്കേണ്ടി വരും. അതിൻ്റെ ഈ ലോസ് ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ മിനിമം -0.3 ഭയങ്കര ചെറിയ ലോസാണ്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ലോസാണ്. അപ്പോൾ അതനുസരിച്ച് ക്ലൈൻറ്റ് രണ്ട് ഓറിയൻറ്റേഷൻ്റെ അനുസരിച്ച് ടിൽട്ടും ഓറിയൻറ്റേഷനും, അതായത് അസിമുത്ത് ആംഗിളും അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അതായത് ഇപ്പോൾ കണ്ടോ 12 ഡിഗ്രി ആ റേഞ്ചിലൊക്കെയാണ് വന്നേക്കുന്നത്. നമ്മുടെ സാധാരണ ഇവിടെ വയ്ക്കുന്നൊരു റേഞ്ചാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന എന്ത് സിസ്റ്റം ഉപയോഗിക്കുന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ടൈപ്പ് സോളാർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോളാർ പാനലുകളുടെയും എല്ലാ ഇൻവെർട്ടറുകളുടെയും ഡീറ്റെയിൽസ് വരും. ഓൺ ഗ്രിഡിൻ്റെ എല്ലാവർക്കും അറിയാം, നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല. അപ്പോൾ പാനൽസും പിന്നെ ഇൻവെർട്ടറിൻ്റെ കേസ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര KVA ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന ചോദ്യം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് അവിടെ 20 kW പീക്ക് എന്ന് പറഞ്ഞ് വന്നു. നമുക്ക് വേണമെങ്കിൽ റീസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൺ ഗ്രിഡ് ആയതുകൊണ്ട് നമുക്ക് ഫീസിബിലിറ്റി അനുസരിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നമ്മുടെ KCB അനുവദിക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ KCB അനുവദിക്കുന്ന റേഞ്ചിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് KCB ആയിട്ട് ഫീസിബിലിറ്റി ആദ്യം ചെക്ക് ചെയ്യണമെന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നാൽ നമുക്കിപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറൊക്കെ ഉള്ള പ്രമിസ് ആണെങ്കിൽ ആ ഒരു വിഷയം വരുന്നില്ല. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇത് കേസ് മാത്രം നമ്മൾ നോക്കിയാൽ ഫീസിബിലിറ്റി കിട്ടാൻ വേണ്ടിയ വിഷയമില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ തൽക്കാലം 20 kW പീക്ക് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ടൈപ്പ് പാനലുകളുടെ ഇതിൽ ഇപ്പോൾ ആക്സിടെക് എനർജി എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ പാനൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതിൻ്റെ അകത്ത്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്ന പലരും അദാനി, എല്ലാവർക്കും ഒന്നും അറിയാത്ത ആൾ പോലും അദാനി എന്നാണ് എല്ലാവരും പേര് പറയുന്നത്. നല്ല പാനലാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് അദാനിയുടെ ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല. അതിൻ്റെ അകത്ത് നോക്കിയിട്ട് അത് അപ്ഡേറ്റ് ആവാത്തതാണോ എന്താണോ എന്നറിയില്ല, അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ തന്നെ എൻ്റർ ചെയ്യേണ്ടി വരും. അതായത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ്. അപ്പോൾ ജനറിക് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ സപ്പോസ് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഒരു 370 അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള പാനലാണെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ 370 സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഇവരുടെ കാറ്റലോഗോ
അല്ലെങ്കിൽ ഡാറ്റ ഷീറ്റോ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എഴുതി. അപ്പോൾ നമുക്ക് കാറ്റലോഗ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്താൽ നോക്കാവുന്നതാണ്. കണ്ടോ, കാറ്റലോഗ്സ് കണ്ടില്ലേ, ഇതേപോലെ വേരി എന്ന് പറഞ്ഞ ടീമിൻ്റെ കാറ്റലോഗാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽ എന്താണെന്നുള്ളതെല്ലാം വിശദമായിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2 ഡാറ്റ ഷീറ്റ് കമ്പയർ ചെയ്തിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കാരണം ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ വെറുതെ വലുതാക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ 300 വരെ ഞാൻ ഒന്നുകൂടി ഇത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ 550 വാട്ട് സ്പീക്ക് ഏതുകൊണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓപ്പൺ കൊടുക്കുക. ഡീറ്റെയിൽസ് എന്താണ് ഡീറ്റെയിൽ ചേഞ്ച് ഉള്ളത്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാനൽ സെലക്ട് ആയി. ഇനി നമുക്ക് വേറെ അടുത്തത് ഉള്ളത് ഇൻവെർട്ടറിൻ്റെ കേസാണ്. ഇൻവെർട്ടർ നമുക്ക് ഇതിന് വേണ്ടത്, ഇൻവെർട്ടർ ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സെലക്ട് ചെയ്യേണ്ടത് സ്ലൈറ്റ്ലി ഓവർ സൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻവെൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ കമ്പനി ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ E10 എന്നൊക്കെ പറഞ്ഞ നല്ല കമ്പനിയാണ്. അപ്പോൾ ഇതിൽ അതിൽ യു ഷുഡ് ഡിഫൈൻ അറ്റ്ലീസ്റ്റ് 1 string പെർ ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻവെർട്ടറിൻ്റെ എണ്ണമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് നോക്കാം. അല്ല, അതിന് മുന്നായിട്ട് ഞാനിത് എൻ്റെ സൈസ് കുറച്ച് കിട്ടുക. കാരണം നമുക്ക് 20 kW അല്ല തന്നെ, അപ്പോൾ നമുക്ക് 100 kW ആണ് ഇവർക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഓവർ സൈസ്ഡ് എന്ന് പറഞ്ഞു തന്നു കേട്ടോ. E10 ഞാൻ വെക്കാൻ പോയാൽ നമ്മൾ 20 kW സ്പീക്കിൻ്റെ പാനലും എൻ്റെ ഇൻവെർട്ടറും വെച്ചാൽ നമുക്ക് ശരിക്കും നഷ്ടമല്ലേ. 100 kW എന്നുള്ളൊരു വലിയൊരു തുക നമുക്ക് അതിൽ എടുക്കേണ്ടി വരും. അപ്പം വേറെ കമ്പനിയുടെ നമുക്ക് നോക്കാം. എൽടെക്കിൻ്റെ നോക്കട്ടെ. എൽടെക്കിൻ്റെ നമുക്ക് 20 kW അവൈലബിൾ ആയിട്ടുള്ളൊരു ഇത് ഞാൻ എടുക്കുവാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 20 kW തന്നെ എടുത്തു. ശരിക്കും അങ്ങനെയല്ല എടുക്കേണ്ടത്, നമുക്ക് കുറച്ച് ഓവർ സൈസ് ചെയ്യണം. ഒരു 25 എടുക്കണം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വേണ്ടി കാണിക്കുകയാണ്. ഒരു 30 kW എടുക്കണം. 30 കുറച്ച് വളരെ കുറച്ച് കൂടിപ്പോകും. സ്ലൈറ്റ്ലി ഓവർ സൈസ്ഡ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് കമൻറ്റ് വരും. അപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്പർ ഓഫ് ഇൻവെർട്ടർ വേണമെങ്കിൽ നമുക്ക് 15 kW 2 അങ്ങനെ ആക്കിയെടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉള്ള 16 kW അല്ലെങ്കിൽ വേണ്ട ഒരു 13 kW 2 അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് MPPT യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇൻവെർട്ടറിൻ്റെ ഇതിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തും ഈ പറഞ്ഞ നമുക്ക് ഉദ്ദേശിച്ച ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറിക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ കമൻസ് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് കൂടെയൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പലതും പറഞ്ഞതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. ഞാനിപ്പോൾ തൽക്കാലം അത് ഓക്കെ കൊടുക്കുന്നു. എന്ത് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻവെർട്ടർ ഇൻ യുവർ വോൾ സിസ്റ്റം ഈസ് 1. ദറ്റ് ഈസ് സമ്മർ യു ഹാവ് ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ. എനിവേ നമ്മൾ സംഭവം വന്നു. സംഭവം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. റെഡി ഫോർ സിമുലേഷൻ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ലോസസ് ഒക്കെ എത്രയാണെന്നൊക്കെ ഉള്ള നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അതിൻ്റെ ഓമിക് ലോസസ് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഇതെന്തായാലും നമുക്ക് നമ്മൾ സിമുലേറ്റ് ചെയ്യാനുള്ളൂ. ഓൾറെഡി നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് റിപ്പോർട്ടായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ റൺ സിമുലേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രാഫിക്കായിട്ട് വരും. അപ്പോൾ അതിൽ റിപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരും. ഇത് ചെക്ക് ചെയ്ത റിപ്പോർട്ട്സ് വരും. അപ്പോൾ ഓരോ പേജുകളാണ് ഇതിൻ്റെ അകത്താണ് റിപ്പോർട്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൈറ്റിൻ്റെ ലൊക്കേഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇപ്പോൾ ടോട്ടൽ എത്ര പ്രൊഡക്ഷൻ കിട്ടുന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എത്ര എനർജി പെർ ഇയർ, എത്ര ലോസസ് വരുന്നൊക്കെ ഉള്ള അതിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് കിട്ടും നമുക്ക്. അതിൻ്റെ യൂസ് ചെയ്ത സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ലോസിൻ്റെ ഡീറ്റെയിൽസാണ്.
ഈ ഇത് റിപ്പോർട്ട് പഠിക്കണം എങ്ങനെയാണെന്നൊരു വിശദമായിട്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇപ്പോൾ അതിൻ്റെ എനർജി പ്രൊഡക്ഷൻ പെർ ഇയറാണ് വരുന്നത്, പെർഫോമൻസ് റേഷ്യോ എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസം വൈസ് എത്ര പ്രൊഡക്ഷൻ കിട്ടുന്നുള്ളതും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. നമുക്ക് അതൊക്കെയാണ് അറിയേണ്ടത്, ടോട്ടൽ എത്ര. പിന്നെ അതുകൂടാതെ ഉണ്ടോ എത്ര kWh per മീറ്റർ സ്ക്വയറിൽ, അതായത് ഓരോ മീറ്റർ സ്ക്വയർ ഏരിയയിലും എത്ര യൂണിറ്റ്സ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. 163 യൂണിറ്റ്സ്, ഏകദേശം 124 യൂണിറ്റ്സ് ഓരോ മീറ്റർ സ്ക്വയറിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത് ഓരോ മാസത്തെയും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഡാറ്റയൊക്കെ വളരെ ആവശ്യമാണ് നമുക്ക് ഇതറിയണമെങ്കിൽ, നമ്മുടെ ഇത് ഫീസിബിൾ ആണോ നല്ലതാണോ. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ എക്കണോമിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പൈസ എത്ര അതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് എടുക്കാം. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എത്ര എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. ഇൻസ്റ്റലേഷൻ കോസ്റ്റിൻ്റെ അകത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് പല ഡാറ്റയിൽ എടുക്കാം. INR ഉണ്ട് ഇവിടെ, ഇന്ത്യൻ റുപ്പി എത്രയാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ബാക്കി PV മോഡ്യൂൾസിൻ്റെ കോസ്റ്റ് അങ്ങനെയുള്ള കേസുകളെല്ലാം ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എത്ര നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യം കൂടി കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ കുറച്ച് കോസ്റ്റ് ഇടുവാണേ. അത് എൻ്റെ സെൽസിൻ്റെ കോസ്റ്റാണ്. സപ്പോസ് 40 രൂപയെന്ന് വെച്ചാൽ കോസ്റ്റ്. അപ്പോൾ 40 പോരാ, 400 കൊടുക്കാം. 16,000 രൂപയാണ് PV മോഡ്യൂളിൻ്റെ വില എന്ന് കരുതുക. ബാക്കി സപ്പോർട്ടിൻ്റെ കോസ്റ്റ് ഒരു 50 രൂപ. ചുമ്മാ ഇടുവാണേ, ഇത് ഒറിജിനലായിട്ടൊന്നും നോക്കല്ലേ. ഇൻവെർട്ടറിനൊരു 40,000 രൂപ എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടറും കൂടി ആഡ് ചെയ്യാം. 1,00,000 രൂപയുടെ ഇതാണ് നോക്കാം. പിന്നെ അതുകൂടാതെ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടോ, വയറിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എത്ര എണ്ണം ഉണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൽ. അപ്പം ഞാനതൊന്നും ഇപ്പോൾ എൻ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കോസ്റ്റ് വരാൻ വേണ്ടി. ഇൻസ്റ്റലേഷൻ സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്, ഇപ്പോൾ കൺസൾട്ടിങ് ഒക്കെ വരുന്നതിന് ഒരു കോസ്റ്റ് വരില്ലേ. അപ്പോൾ ആ കോസ്റ്റ് ഞാനൊരു ക്വാണ്ടിറ്റി 1, നമുക്ക് ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ ഇടണേ. റേറ്റ് 5,000 രൂപയെന്ന് വെച്ചോ എൻ്റെ ചാർജ്, എല്ലാം ഇൻക്ലൂഡിങ് ഫെർമെറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ 5,000 ആണ്. വെറുതെ അസ്യൂം ചെയ്യുക, ശരിക്കും അത്രയല്ല. ഇനി ഇൻസ്റ്റലേഷൻ്റെ കോസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇൻസ്റ്റലേഷൻ്റെ ഒരു 5,000 രൂപ എടുക്കട്ടെ, റാൻഡമായിട്ട് പോട്ടെ. ഇൻഷുറൻസ്, അങ്ങനെയുള്ള ലാൻഡിൻ്റെ കോസ്റ്റ്, ടാക്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഉണ്ടല്ലോ 2,00,000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓവറോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ കിട്ടും. ടോട്ടൽ പ്രൊഡക്ഷനും എത്ര ലോസസ് വരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി.